നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല സന്ധ്യാസമയത്തിന് കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. വിശ്വസ്തനും സത്യവാനുമായി ദാവീദിൻ്റെ താക്കോലുള്ളവൻ, താൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയാതവണ്ണം തുറക്കുന്നവൻ, താൻ അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയാതവണ്ണം അടയ്ക്കുന്നവൻ, നീ ഞങ്ങളുടെ സ്നേഹിതനായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കൂട്ടിവരുത്തിയ ജനത്തിനായി സ്തോത്രം. കർത്താവിനെ യൂട്യൂബിൽ കൂടെ കാണുന്ന ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങളുടെ ബലഹീനതകളുമേ കവിയുന്ന കൃപ കൊണ്ട് ഞങ്ങളുടെ അകൃത്യങ്ങളുടെ പരിഹാരകനായിക്കൊണ്ട് കർത്താവ് മഹാപുരോഹിതനായി വാഴുകയാ സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയാട്ടെ, നിൻ്റെ അവകാശത്തുമ്പോൾ നിൻ്റെ മഹിമാധനത്തെ വെളിപ്പെടുത്തിയാട്ടെ. നിൻ്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടത് ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുമാറാടുമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിസരങ്ങളെ, ഈ ശബ്ദം കടഞ്ഞുന്ന പരിസരങ്ങൾ, വ്യക്തികളെ, അവരുടെ തലമുറകളെ, ഉപയോഗിക്കുന്ന വസ്തുവകളെ നിൻ്റെ പ്രായശ്ചിത്തങ്ങേതുമായിട്ട് സാങ്ക്ടിഫൈ ചെയ്യുന്നു. മഹത്വ ക്രൂശിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറുമാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനവുമായിട്ട് നമ്മെ കർത്താവ് കൂട്ടി വരുത്തിയോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കാം. ക്രിസ്തുവും അവൻ്റെ ശരീരമാവുന്ന സഭയുമായിട്ടുള്ള ബന്ധം എന്ന വിഷയത്തിൽ നമ്മൾ ചില നാളുകളായിട്ട് എഫേസ് ലേഖനത്തെയും കൊളോസ്യ ലേഖനത്തെയും ആധാരമാക്കിക്കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ചില സീരിയസ് ആയിട്ടുള്ള സ്റ്റെപ്പുകളിലേക്കാണ് നാം പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത്. അവിടെ തന്നെ നമുക്ക് വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് കുറച്ച് നമ്മൾ പേര് വൈകാട്ടായിട്ട് പഠിച്ചതുപോലെ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാൻ, പേഴ്സണലായിട്ട് അറിയുവാൻ, നോളേജിനേക്കാളും അതീതമായിട്ട് പേഴ്സണലായിട്ട് ക്രിസ്തുവിൻ്റെ ഓരോ റിലേഷനും അനുഭവിച്ചറിയുവാൻ കൃപ ലഭിക്കാൻ തക്കവണ്ണം അത് ഫ്രീ ഓഫറാണ്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫ്രീ ഓഫറാണ്. ആരോഗ്യം വേണോ, ദീർഘായുസ് വേണോ, സമ്പത്ത് വേണോ, അവസരങ്ങൾ വേണോ, എന്ത് തന്നെയും ഫ്രീ ഓഫർ, അതായത് പുത്രനോട് സദൃശ്യനായി തീരുവാൻ തക്കവണ്ണം ക്രിസ്തുവിലുള്ള ആ ഓരോ റിലേഷനെയും പേഴ്സണലായിട്ട് അനുഭവിച്ചറിയത്തക്കവണ്ണം കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ ഓർപ്പിച്ചിരുന്നു. ക്രൂശ് മറ്റുള്ളവർക്ക് പരാജയമെന്ന് തോന്നുമെങ്കിലും ഒരു വിശ്വാസിക്ക് ക്രൂശ് വിജയമാണ്. യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശ് വിജയമാണ്. ആ വിജയത്തിൻ്റെ പാർട്ടേക്കേഴ്സ് ആണ് നാം, ഓഹരിക്കാരാണ് നാം. അവൻ ലോകത്തെ ജയിച്ചു, പാപത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു, സേറ്റാനെ ജയിച്ചു, പാതാളത്തെ ജയിച്ചു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നേടി. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാത്തിനും അവർ അവകാശികളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്നു. ഏതവസ്ഥയിലും, പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിലും ഏതവസ്ഥയിലും ജയോത്സവമായി നടത്തുന്നു. നിങ്ങൾ പുതിയ നിയമത്തിലെ 1-ാം നൂറ്റാണ്ടിലെ ദൈവമക്കളെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് നേരെ വിപരീതമായിട്ട് തോന്നിപ്പോവും. വളരെ കഷ്ടപ്പെട്ട കഠിനമായ ഉപദ്രവങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. അപ്പസ്തോലന്മാരിൽ യോഹന്നാനെ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ മാർട്ടിയേഴ്സായി ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെടുകയായിരുന്നു ചെയ്തത്. പൗലോസിന് തന്നെ എടുത്താൽ പൗലോസിൻ്റെ അന്ത്യകാലങ്ങൾ വളരെ ക്രൂരമായി. പക്ഷേ അവിടെയെല്ലാം ആരെയെല്ലാം കർത്താവ് അതിനെ ഏൽപ്പിച്ചു കൊടുത്തുവോ അവരെല്ലാം ക്രിസ്തുവിൽ തികഞ്ഞവരായി. അവരാരും തന്നെ ഈ ശരീരം വിട്ട് വേർപ്പെടുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടല്ല വേർപ്പെട്ടത്, ജയോത്സവത്തോടു കൂടിയാണ് വേർപ്പെട്ടത്. മറ്റുള്ളവർക്കും സാക്ഷ്യത്തിനായിട്ട് അവരായിരിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ധൈര്യം പകരത്തക്ക വേണം. അത് തന്നെയല്ല പിൽക്കാലത്ത് വിശ്വാസത്തിൽ വരുന്നവരായി നമുക്ക് വേണ്ടിയിട്ട് പുസ്തകങ്ങളിൽ അത് ലേഖനങ്ങളായിട്ട് എഴുതി തന്നു കഴിഞ്ഞു. അപ്പോൾ അന്ന് ക്രിസ്തുവിൽ തികഞ്ഞവരെയാണ് കർത്താവ് കഠിനമായ ഉപദ്രവങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. വെറുതെ കൊന്നുകളയല്ല ചെയ്തത്. ശത്രു പലപ്പോഴും വിശ്വാസത്തിൽ വരുന്ന ജനത്തെ ഭീഷണിപ്പെടുത്തും. നമുക്ക് ക്രിസ്തുവിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ല, ഇങ്ങനെയല്ല സംഭവിച്ചില്ലേ. പക്ഷെ അവരൊക്കെ ക്രിസ്തുവിൽ തികഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ക്രിസ്തുവിനെ വ്യക്തിപരമായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. യോഹന്നാൻ്റെ കാര്യം തന്നെ നോക്കി കഴിഞ്ഞാൽ യോഹന്നാനെ അവസാനം, അതായത് പത്മോസിലേക്ക് നാട് കടത്തുന്നതിന് മുമ്പ് തിളച്ച എണ്ണയ്ക്കകത്ത് എടുത്തിടുകയായിരുന്നു. എന്നിട്ട് ഒരു ത്വക്കിന് പോലും ഒരു ഹാനി സംഭവിച്ചില്ല.
അങ്ങനെ അവനെ കൊല്ലുവാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോഴാണ് അവനെ പത്മോസിലേക്ക് നാട് കടത്തുന്നത്. പിന്നീടാണ് വെളിപ്പാട് പുസ്തകം കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ യോഹന്നാനെക്കുറിച്ച് കർത്താവിന് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. മാനവജാതിക്ക് അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വെളിപ്പാട് കൊടുക്കാൻ തക്കവേണം, ആ ശ്രേഷ്ഠകരമായൊരു പുസ്തകത്തിൻ്റെ പ്രവചനങ്ങൾ കൊടുക്കുവാൻ തക്കവേണം യോഹന്നാനെക്കുറിച്ച് ഒരു കരുതലുണ്ടെങ്കിൽ തിളച്ച എണ്ണയ്ക്കകത്തല്ല തീയിലെടുത്തിട്ടാൽ പോലും ഒന്നും സംഭവിക്കില്ല. ഈ ശബ്ദം കേൾക്കാൻ ജനത്തോട് ഞാൻ പറയുന്നത്, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി പൂർത്തീകരിക്കാൻ തക്കവണ്ണം ഏത് പ്രതികൂലം വന്നാലും അവിടെ നിങ്ങളോടുകൂടെ ആ പ്രതികൂലത്തെ ജയിച്ചവനായ ക്രൂശ് ജയമെന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് ക്രൂശ് നമുക്ക് വിജയമാണ്, ക്രൂശ് പരാജയമല്ല. ദൈവനീതിക്ക് തൃപ്തി വരുത്തുവാൻ നമ്മുടെ മേലുണ്ടായിരുന്ന മരണത്തെ ജയിപ്പാൻ, ലോകത്തെ ജയിപ്പാൻ, സൈത്താനെ ജയിപ്പാൻ, പാതാളത്തെ ജയിപ്പാൻ, മരണത്തെ ജയിപ്പാൻ, രോഗത്തെ ജയിപ്പാൻ എന്നൊക്കെ വേണം. അതെല്ലാം വഹിച്ചുകൊണ്ടാണ് നമ്മെ സ്നേഹിക്കുന്നവൻ തൻ്റെ ഹൃദയത്തിൽ നമ്മെ വഹിച്ചുകൊണ്ട് ആ കാൽവരി ക്രൂശിലേക്ക് സ്വയമായിട്ട് നടന്നു കയറുന്നത്. കയ്യാഫാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവനറിയാം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തുവോ എന്ന് ചോദിക്കുമ്പോൾ ഞാനാകുന്നു യാഹ്വേ എന്ന് പറഞ്ഞാൽ മഹാപുരോഹിതന് മരണശിക്ഷ വിധിക്കുവാൻ അധികാരമുണ്ടെന്നും താൻ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു നേരത്തെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു. അവനറിയാമായിരുന്നു അത്. സ്തോത്രം. എസ്കേപ്പ് അല്ല നടന്നത്, നമുക്ക് വേണ്ടി അവനെ കഷ്ടം സഹിച്ചു. അതാണ് പറഞ്ഞത് നമുക്ക് ജയമാണെന്ന് പറയുന്നത്. പക്ഷേ ഇത് പേഴ്സണലായിട്ട് അനുഭവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പതറിപ്പോകുന്നുണ്ട്. അതിൽ നിന്ന് നമുക്കൊരു ഒരു റിവൈവൽ വേണം, അതിൽ നമുക്കൊരു വിടുതൽ വേണം. ഞാൻ അതായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇന്ന് കൂട്ടായ്മയുടെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞത്, ഇസ്രായേൽ ജനത്തെ ദൈവം കൊണ്ടുവന്നിട്ട് നടന്നു പോയി വാഗ്ദത്ത ദേശം ഉറ്റുനോക്കുവാൻ തക്ക വേണം അത്രയും ക്ലോസ് റേഞ്ചിൽ കൊണ്ടുവന്നിട്ട് ദൈവം അവരോട് പറയാണ്, നിങ്ങളുടെ പിതാക്കന്മാരെ അബ്രാഹാമിനോട് ഇസ്ഹാക്ക് യാക്കോബിനോടും വാഗ്ദത്തം ചെയ്യുന്ന ആ പ്രോമിസ്ഡ് ലാൻഡ് വാഗ്ദത്ത ദേശം പോയി അവകാശമാക്കിക്കൊള്ളുവിൻ. വേറൊന്ന് കണ്ടീഷൻ പറഞ്ഞില്ല, അവകാശമാക്കിക്കൊള്ളുവിൻ. അവിടെയാണ് ജനമാണ് വന്ന് മോശയോട് പറയുന്നത്, നമ്മളവിടെ എല്ലാവരും പോകുന്നതിന് മുമ്പ് ഗോത്രത്തിൽ ഓരോരുത്തരും പോയി ഒന്ന് ഉറ്റു നോക്കട്ടെ. മോശ അത് സമ്മതിച്ചു. ദൈവം അതിന് സീൽ ചെയ്തു. ദൈവം പറഞ്ഞതുപോലെ അപ്രകാരം നടന്നു പോയിരുന്നെങ്കിൽ അവിടെ ഒരുത്തനും അവർ ശല്യപ്പെടുത്തുകയില്ലായിരുന്നു. പോയി അവർ ദേശം വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ പാലും തേനും ഒഴുന്ന ഒരു ദേശം തന്നെ ഞങ്ങൾ കണ്ടു. നല്ല കാര്യങ്ങളുണ്ട്. സാക്ഷ്യത്തിനായിട്ട് മുന്തിരിക്കൊല കൊണ്ടുവന്നു. പക്ഷെ കുറച്ചൊരു വാർത്തയും കൂടെ കൊണ്ടുവന്നു. അവിടെ അനാക്യമല്ലന്മാരുണ്ട്, അവർ ഭയങ്കരന്മാരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇത് കേട്ട ജനം അപ്പൊ അയച്ചതാരെയായിരുന്നു? മൂപ്പന്മാരെയാണ് അയച്ചത്, സീനിയേഴ്സിനെയാണ് അയച്ചത്. സീനിയേഴ്സിന്റെ സാക്ഷ്യം കേട്ട ബലഹീനരായ ജനത്തിനത് അവിശ്വാസത്തിനും മരണത്തിനും ശാപത്തിനും കാരണമായി തീർന്നു. ശ്രദ്ധിക്കണം, ഈ സീനിയറായി നിൽക്കുന്നവർക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. വാർദ്ധക്യം വരേക്കും അനന്യനായിരിക്കുന്നവനെ തങ്ങളിൽ കൂടെ വെളിപ്പെടുത്തണം. ഒരു പ്രോമിസാണ്, ഞാൻ വാർദ്ധക്യം വരേക്കും അനന്യനായിരിക്കും, നരയ്ക്കുവോളം ഞാൻ ചുമക്കും, ചുമന്ന് ഞാൻ വിടിവിക്കും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ വാർദ്ധക്യത്തിലും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു, മരണത്തെ ജയിച്ചവനായി ക്രിസ്തു, പാപത്തെ പരിഹാരമായി തീർന്നവനായി ക്രിസ്തു, പാതാളത്തെ ജയിച്ചവനായി ക്രിസ്തു, രോഗത്തെ ജയിച്ചവനായി ക്രിസ്തു, ലോകത്തെ ജയിച്ചവനായി ക്രിസ്തു നമ്മളിൽ വെളിപ്പെടുന്നത് പിൻതലമുറയ്ക്ക് സാക്ഷ്യമാകണം. ഇതാണ് പെന്തിക്കോസ്തിൽ നഷ്ടപ്പെട്ടു പോയത്. സീനിയേഴ്സ് എല്ലാം ഇന്ന് മേരിക്കരുന്ന് ലോകത്തോട് നിരപ്പിക്കുകയാണ്. പുതുതലമുറ വന്ന് ചോദിക്കുന്ന, നിങ്ങൾക്ക് എന്തോ ഒരു ഡിഫറൻസ് ഉള്ളത്? നിങ്ങൾ പ്രസംഗിക്കുന്നു, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അത് കാണുന്നില്ലല്ലോ. അതുകൊണ്ട് എന്തായി? ആ മൂപ്പന്മാര് വന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ കേട്ട ജനത്തിന്റെ ഹൃദയം ഉരുകിപ്പോയി. അവർ പറഞ്ഞെന്താ? ദൈവം നമ്മളെ കൊല്ലുവാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തില് ദൈവം നമ്മൾ കോപിക്കുന്നത് കൊണ്ട് നമ്മളെ രഹസ്യമായിട്ട് അല്ലെങ്കിൽ ടാക്ടിക്കായിട്ട് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഈ ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ച് നമ്മളെ കൊന്നുകളയാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. വിശ്വാസത്തിന്റെ പരിശോധനയിൽ കടന്നു പോകുമ്പോൾ ഭൂരിപക്ഷം വിശ്വാസികൾ ചിന്തിക്കുന്ന അതാണ്, നമ്മളെ കൊന്നുകളയാൻ വേണ്ടിയാണ് ഈ സാഹചര്യത്തിൽ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത്. അതാ പറഞ്ഞത്, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും
നശിക്കുന്നവരുടെയും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസന, ചിലവർക്ക് മരണത്തിനും മരണത്തിലേക്കുള്ള വാസനയെ പറഞ്ഞു. ക്രിസ്തുവിൽ നമുക്ക് ജയമുണ്ട്, മരണത്തിന്മേൽ ജയമുണ്ട്, ലോകത്തിന്മേൽ ജയമുണ്ട്, രോഗത്തിന്മേൽ ജയമുണ്ട്, ശത്രുവിന്മേൽ സൈത്താന്റെ കിങ്ഡത്തിന്മേൽ ജയമുണ്ട്, പാതാളത്തിന്മേൽ ജയമുണ്ട് എന്ന് ക്രിസ്തുവിലുണ്ട് എന്ന് സാക്ഷ്യമായിട്ട് പറയുമ്പോൾ ഇത് ഇവർക്കൊരു തോന്നലാണ്, നമ്മളെ ഇങ്ങനെയിട്ട് കൊന്നുകളയാനുള്ള പരിപാടിയാ. അതാണ് മരണത്തിനും മരണത്തിലേക്കുള്ള വാസന. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പല പ്രാവശ്യം ചിന്തിച്ച് പറഞ്ഞേണ്ടത് മൊത്തം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് കൺക്ലൂഡ് ചെയ്യാമെന്ന്. അതുകൊണ്ട് നിഴലായിരിക്കുന്ന ഇസ്രായേലിൽ എന്ത് സംഭവിച്ചു? ദൈവം അവരെ അവിടെ നിന്ന് നേരെ ചെങ്കടൽ വഴിയുള്ള വരലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു മോശയോട്. പിന്നെ എക്സസുണ്ട് യോശുവയും കാലബും മാത്രം ദൈവം പറഞ്ഞു അവർ എനിക്ക് വേണ്ടി വേറൊരു സ്വഭാവമുള്ളത് കൊണ്ട്, പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് ഞാൻ അവരെ തിന്നുകളയുമെന്ന് പറഞ്ഞ അവരുടെ ഭാര്യമാരെയും മക്കളെയും ഞാൻ ആ ദേശം എത്തിക്കും. ദൈവം അതുപോലെ എത്തിച്ചു. യോർദാൻ കടത്തി പ്രോമിസ് ലാൻഡ് അവർക്ക് കൊടുത്തു. എന്നാൽ പിറുപിറുത്ത സകല ജനത്തെയും 40 വർഷത്തിനുള്ളിൽ കൊന്നുകളഞ്ഞു. അതിക്ക് മുമ്പ് മിസ്രൈം ദേശത്തു നിന്നുള്ള പെസഹയും ചോരത്തല്ലിയുടെ ആ ഡിവൈൻ ജസ്റ്റിസിന് പൂർത്തിയാകുന്ന സാക്ഷിസ്പേക്ഷം വരുത്തുന്ന നിഴലായിരിക്കുന്ന ആ ശുശ്രൂഷയിൽ കൂടെ അവിടെ നിന്ന് അനുഗ്രഹങ്ങൾ മാത്രം കണ്ട ജനം, ഫറവോനി സൈന്യത്തെയും അത്ര നാളെ അടിമത്തത്തിൽ പീഡിപ്പിച്ച ഫറവോനി സൈന്യത്തെയും ചെങ്കടൽ കരയിൽ കൊണ്ടുവന്ന് ന്യായപടി നടത്തി. അതേ സമയത്ത് ഒരു ഗുണമുണ്ടായിട്ടില്ല. ആ ചോരത്തലയുടെയും പെസഹ കുഞ്ഞാടിന്റെ മാംസം തീയിട്ടുള്ള മാംസം പുളിപ്പില തപ്പത്തോട് കൊടുത്ത് ചെന്നതുകൊണ്ട് ചെങ്കടൽ കരയിൽ കൂടെ അവര് ചെങ്കടലിൽ കരയിൽ കൂടെ എന്ന പോലെ നടത്തി. മാറയില് വെള്ളം മധുരമാക്കി കൊടുത്തു. ഏലീമില് സീനാൻ മലയിലെ തങ്ങളുള്ള ഭയം വരത്തൊക്കെ വേണം നേരിട്ട് വന്ന് അവരോട് സംസാരിച്ചു. ഹല്ലേലൂയ. അവൻ തന്നെയാണ് നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നത്. അവരെക്കാളും അധികമായിട്ടുള്ള വെളിച്ചം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത്രമാത്രം സ്നേഹത്തെ നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തിയവനാണ്. പിന്നെ എന്തിനാ ഭയം? അതാണ് നമ്മുടെ ഹ്യൂമൻ നേച്ചർ. അത് വെളിപ്പെടുമ്പോൾ കർത്താവ് എനിക്ക് മനസ്സിലായി, ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ, ഐ നീഡ് യു നൗ. അതിനെ ഞാൻ പറയുന്നത് ഗ്രേഷ്യസ് എബിലിറ്റി. നമ്മുടെ കഴിവുകളല്ല, കൃപയാലുള്ള ജയജീവിതം. അതാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. ഇത് എത്ര പറഞ്ഞിട്ടും മനുഷ്യർക്ക് ഇത് വിശ്വാസമായി പരിണമിക്കുന്നില്ല. പിന്നെ സ്വയത്തെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയമാണ് ക്രിസ്തുവിന് വിട്ടുകൊടുക്കാനായിട്ട്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രപരമായ രേഖകളൊക്കെ മനസ്സിലാക്കി വിശ്വസിച്ചു. അതുകൊണ്ടാണ് എഫെസ്യർ 3 പൗലോസ് പറയുന്നത്, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കണം. പരിജ്ഞാനം എനിക്കുണ്ട്. ഇപ്പോൾ കത്തോലിക്കരും എല്ലാവരും എപ്പിക്കോപ്പ സഭക്കാരൊക്കെ അടുത്ത ആഴ്ച നാളെ തുടങ്ങി അങ്ങ് ഓശാന ഞായറാഴ്ച ദുഃഖത്തിന്റെ പാനപാത്രം. ഓയ്യോ ഭയങ്കര. ഇവിടെ ഹൈവേ കൂടെ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാവ്യവസ്ത്രം എടുത്ത് ശബരിമലയ്ക്ക് കറുത്തവസ്ത്രം എടുക്കുന്ന പോലെ കത്തോലിക്കരൊക്കെ കുരിശും പിടിച്ച് കാവ്യവസ്ത്രം എടുത്തുകൊണ്ട് മലയാറ്റൂർക്ക് പോകുന്നത്. എന്തോ വ്യത്യാസം? അവർ ശബരിമലയ്ക്ക് പോകുന്ന കറുത്ത വസ്ത്രം തലയിൽ കെട്ടും വെച്ച് പിന്നെ കുരിശും പിടിച്ചുകൊണ്ട് കാവ്യവസ്ത്രം പിടിച്ചുകൊണ്ട് മലയാറ്റൂർക്ക് പോകുന്നു. ക്രിസ്തുവിനോട് സ്നേഹത്തെ അങ്ങ് വെളിപ്പെടുത്താം. സ്തോത്രം. അത് അവരുടെ കഷ്ടമാക്കിയിട്ട് അവർ ചേട്ടൻ വിശ്വാസിയെ നമ്മളോട് ചോദിക്കും, ഞാൻ അവരെക്കാൾ ശ്രേഷ്ഠൻ, ഞാനതൊന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞത് കൊണ്ടായില്ല. ക്രിസ്തുവിന് പേഴ്സണലായിട്ട് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ അനുഭവിക്കാത്തിടത്തോളം നിങ്ങൾ ക്രിസ്തുവിൽ തികയുന്നില്ല, ക്രിസ്തുവിൽ വളരുന്നില്ല. അതിൻ്റെ ചെറിയൊരു വിവരണമാണ് ഈ ക്ലാസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. അതിന് തക്കവണ്ണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇന്ന് പറയാനുള്ള കാര്യത്തിന് ഒരു മുഖവരിയായിട്ടാണ് ഇത്രയും നേരം സംസാരിച്ചത്. നാം കഴിഞ്ഞ ദിവസം പഠിച്ച എഫെസ്യർ 3 അധ്യായത്തിൽ തന്നെ വേഴ്സസ് 11 and 12 അവൻ നമ്മുടെ കർത്താവായ യേശുവിൽ നിവർത്തിച്ച അനാദി നിർണയ പ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. എഫെസ്യർ ലേഖനം നമ്മൾ
ക്രിസ്തുവും അവരുടെ ശരീരമായിരിക്കുന്ന സഭയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊളോസ്യ ലേഖനത്തെയും എഫേസ്യ ലേഖനത്തെയും ആധാരമാക്കി നാം വിശ്വാസത്തിന് വരുന്ന മുമ്പ് ആരായിരുന്നു, എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? ദൈവക്രോധമായിരുന്നു നമ്മുടെ മേൽ വസിച്ചിരുന്നത്. മറ്റ് ജാതികളെ പോലെ മറ്റുള്ളവരെ പോലെ മനോവികാരങ്ങൾക്ക് ഇഷ്ടമായതൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ദൈവക്രോധത്തിന് വിധേയപ്പെട്ടവരായിരുന്നു. എങ്കിലും കരുണാസമ്പന്നനായ ദൈവം നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല, കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹാദയപ്രകാരം കൃപയാൽ നമ്മെ അവിടെ നിന്ന് ഉദ്ധരിച്ചു നമുക്ക് പകരക്കാരനായിക്കൊണ്ട് പ്രായശ്ചിത്തമായി തന്ന പുത്രനെ നമുക്ക് വെളിപ്പെടുത്തി, അതിന് തടസ്സമായിട്ട് നമ്മുടെ പാപത്തെ, നമ്മുടെ സെൽഫിനെ വെളിപ്പെടുത്തി, സെൽഫിനെ ഉപേക്ഷിക്കാൻ തക്കവണ്ണം ശക്തമായ പ്രേരണ തന്നു, പാപത്തെ ഉപേക്ഷിക്കാൻ ശക്തമായ പ്രേരണ തന്നു. പാപത്തിന് പരിഹാരമായി തീർന്ന ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി, സ്നേഹത്തിൽ വല്ലത് ലഭിച്ചിട്ടല്ല, സ്നേഹത്തിൽ അവനോടുകൂടി ഇത്രയും വലിയ കാര്യം എനിക്ക് വേണ്ടി നീ ചെയ്തല്ലോ, ഞാനിത് മറഞ്ഞിരിക്കാറുള്ള എനിക്ക് നീ ഇതെനിക്ക് വെളിപ്പെടുത്തിയുള്ള സന്തോഷത്തില് അവനോട് ഒന്നായി ചേരുവാൻ തക്കവണ്ണം, അവന് അതിന് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാൻ തക്കവണ്ണം, നിത്യമായ സമാധാനം വാഴുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു. ഈ ഒരു പ്രവൃത്തിയെ ക്രിസ്തുവിൽ എങ്ങനെ നിവർത്തിച്ചു? അങ്ങനെ അവങ്കലുള്ള വിശ്വാസത്തിൽ പറയുകയാണ്, നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. എവിടേക്കോ ഒരു പ്രവേശനമുണ്ട്. എന്താ ഈ പ്രവേശനമുണ്ട് എന്ന് കാര്യമാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ സഭ മുഖാന്തരം അറിവായി വന്ന് പറയുകയാണ്. എന്നിട്ട് അത് ഒരു എക്സ്പ്ലനേഷൻ, ഒരു ഉദാഹരണം തരുകയാണ്. അവനിൽ ആശ്രയിച്ചിട്ട് അവനിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ എബ്രായ ലേഖനം ചാപ്റ്റർ 4 ഒന്ന് പോകണം. ഹീബ്രു ചാപ്റ്റർ 4 ഒന്ന് തുടങ്ങി വായിച്ചാൽ അത് കാര്യം മനസ്സിലാകുള്ളൂ. എന്നാൽ ഞാൻ അതിൻ്റെ മുഖവരെ കുറച്ച് പറഞ്ഞതിന് ശേഷം വേഴ്സ് 6 തുടങ്ങി വായിക്കാം. അവൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനുള്ള ഇടശേഷിച്ചിരിക്കാലും അപ്പോൾ അവൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ, അല്ലെങ്കിൽ സബോത്ത് റെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ശനിയാഴ്ച സബത്ത് ആചരിക്കുവാനല്ല. ഇതാണ് ക്രിസ്തുവിൽ നിവർത്തിച്ച നിർണയം എന്ന് പറയുന്നത്. ഇതാണ് അനാദികാലം മുതലേ അവൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന മർമ്മം എന്ന് പറയുന്നത്. ഇതെങ്ങനെ നമുക്ക് പ്രാപിക്കാം? ഇസ്രായേലിന് ഇത് പ്രാപിക്കാൻ സാധിച്ചില്ല. കാരണം എന്താ? അവര് വചനം കേട്ടു. നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനോട് ഞാൻ ചെയ്തിരിക്കുന്ന വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകുന്നതൊക്കെ വന്നിരിക്കുന്നത് മോശയുടെ പുറപ്പാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിൽ പറഞ്ഞു. ജനം കേട്ടു, ഇറങ്ങി തിരിച്ചു, സന്തോഷത്തോടു കൂടെ ഇറങ്ങി തിരിച്ചു. ചോരത്തളി ആചരിച്ചു, പെസഹ കുഞ്ഞാടിന് തീ ചുട്ട മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോട് കൈപ്പിച്ചിരിയോടും കൂടെ തിന്നു. ഫറവോനി സൈന്യത്തിന്റെ മേൽ ചെങ്കടക്കൽ കരി കൊണ്ട് ന്യായവിധി നടത്തി. സന്തോഷത്തോടുകൂടെ ജയത്തോടുകൂടെ ദൈവം പുറപ്പെടുവിച്ചു. പക്ഷേ മുന്നോട്ട് വന്നപ്പോൾ ഓരോ പരിശോധനകളിലും ഈ ഇറങ്ങിത്തിരിച്ച വചനം അവർക്ക്, അല്ലെങ്കിൽ ആ വിളി അവർക്ക് വിശ്വാസമായി പരിണമിച്ചില്ല. കേട്ടു, ഒരു ടെമ്പററി ഫെയ്ത്ത് ഉണ്ടായി, അടിമത്വത്തിന്റെ കഷ്ടപ്പാടി കിടക്കുകയാണ്, എന്തായാലും വിടിവിക്കാൻ ഒരു വന്നു. കാര്യം ശരിയാണ്, അടയാളങ്ങളൊക്കെ കാണിച്ചു, വടിയെ പാമ്പാക്കി, പാമ്പിനെ വടിയാക്കി, കൈയിട്ട് കുഷ്ഠം വന്ന് കൈ തിരിച്ചെടുത്തു, കുഷ്ഠം മാറി, ഇങ്ങനെയൊക്കെ അടയാളങ്ങൾ കണ്ടു. പക്ഷേ ഇറങ്ങി തിരിച്ച് മുന്നോട്ട് പോയപ്പോൾ വിശ്വാസമായി പരിണമിക്കുക കൊണ്ട് ഞാനിന്ന് ആരംഭത്തിൽ പറഞ്ഞതുപോലെ കാദേശ് മരുഭൂമി നടുങ്ങത്തക്കവണ്ണം ദൈവത്തിൻ്റെ ക്രോധമാണ് വെളിപ്പെടുകയാണ്. വളരെ ഷോർട്ട് ടൈമിനുള്ളിൽ അവിടെ എത്തിച്ചിട്ട് പറയാണ്, പിതാക്കന്മാരുടെ വാഗ്ദത്തം ചെയ്ത് പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ പോയി അവകാശമാക്കിക്കൊള്ളുവേൻ. അപ്പോഴാണ് ജനം വന്ന് പറയുന്ന മോശയോട്, നമുക്ക് ഓരോരുത്തരും മുന്നൊന്ന് ഉറ്റുനോക്കുവാൻ പറഞ്ഞു വിടാമെന്ന്. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ അത് പറയുന്നത്. മോശ അത് അംഗീകരിച്ചു. ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരും പറഞ്ഞു വിട്ടു. യഹൂദ ഗോത്രത്തിൽ നിന്ന് കാലേബാണ് പോയത്. പോയി കണ്ടു. അവർ പറഞ്ഞതുപോലെ കാര്യമൊക്കെ ശരിയാണ്, പാലും തേനും ഒഴുകുന്ന ദേശം തേനാണ്, അതിന് അടയാളമായിട്ട് നല്ല ഫലങ്ങളൊക്കെ കൊണ്ടുവന്നു. രണ്ടുപേരും കൂടെ ചുമന്നാണ് ഒരു മുന്തിരിക്കൊല കൊണ്ടുവന്നത്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ അവർ വേറെ ചെറിയ കാര്യം പറഞ്ഞു.
എല്ലാവരും അയച്ചത് മൂപ്പന്മാരാണ് അയച്ചത്. മൂപ്പന്മാർ പോയി വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഇതൊക്കെ കാര്യമൊക്കെ ശരി, പക്ഷെ അവിടെ അനാക്യ മല്ലന്മാരുണ്ട്, പ്രതികൂലമുണ്ട്, നമുക്കത് ചെന്ന് കൈവശമാക്കാൻ പറ്റുകയില്ല. ദൈവം പറഞ്ഞു, മിസ്രയീം ദേശത്ത് പുറപ്പെടുവിച്ച ദൈവം പറയാണ്, ഇത്രയും കാര്യമൊക്കെ ഞാൻ നടത്തിയല്ലോ, നിങ്ങളുടെ അകൃത്യങ്ങളും നിങ്ങളുടെ ശാഠ്യങ്ങളും നിങ്ങളുടെ സ്വഭാവങ്ങളും എല്ലാം പുറത്തുകൊണ്ട് കൃപയാൽ ഞാൻ ഇത്രത്തോളം എത്തിച്ചു. ഗോ ആൻഡ് അക്വയർ ദാറ്റ് ലാൻഡ്. അപ്പോൾ പറയാണ്, കാര്യമൊക്കെ ശരിയാ, പക്ഷെ അവിടെ പ്രതികൂലം വലുതാ. ഇത് കേട്ട ജനത്തെ എന്തായി? ഭയന്ന് പോയിട്ട് അവരുടെ ഹൃദയം മുന്നിൽ അവർ പറയും, ദൈവം നമ്മെ കോപിക്കുന്നതുകൊണ്ട് നമ്മളെ കൊന്നുകളയത്തക്കോണം ഇവിടെ കൊണ്ടുവന്നതാ. നേരെ തിരിഞ്ഞു. എൻ്റെ ഫൈനൽ റിസൾട്ട് എന്താ? നിങ്ങൾ സംഖ്യാപുസ്തകം 14-ാം അധ്യായം വായിച്ചു നോക്കി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. സ്തോത്രം. അപ്പൊ എന്നിരിക്കലും യോശുവ മുഖാന്തരം അടുത്ത തലമുറയെ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, യോർദാൻ കടത്ത് വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിച്ചു. പിൽക്കാലത്ത് ദാവീദ് മുഖാന്തരം പറയുകയാണ്, ഇനിയും ഒരു ശേഷിപ്പുണ്ട്, അവർ കടക്കുകയില്ലെന്ന് ദൈവം കൈയുയർത്തി സത്യം ചെയ്തിട്ടും യോശുവ മുഖാന്തരം കടന്ന് അതിന് ശേഷം പറയുകയാണ്, അവന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ഇനിയുമുണ്ട്. അതിൻ്റെ അവകാശികളാണ് നമ്മൾ. സുവിശേഷം കേട്ടുകൊണ്ട് ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നത്. എന്നിട്ടാണ് 6 വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിക്കുവാൻ ഇടശേഷിച്ചിരിക്കാലും മുമ്പേ സത്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകയാലും. ഇവിടെ അത് നമ്മെ കമ്പയർ ചെയ്യണം. എന്തുകൊണ്ടാണ് അവർക്ക് സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ പറ്റാതിരുന്നത്? ദൈവത്തിലുള്ള വിശ്വാസം കുറവായി. അവിടെ ദുശാഠ്യങ്ങളും അവിടെ അനുസരണക്കേടുകളും അവരുടെ പിന്മാറ്റങ്ങളും എല്ലാം പുറത്തുകൊണ്ട് കാദേശ് മരുഭൂമി കൊണ്ടുവന്ന് 25-ാം സംഗീതത്തിൽ നിന്ന് വായിച്ചു നോക്കണം. എന്നിട്ട് ദൈവം പറഞ്ഞു, പോയി അവകാശമാക്കിക്കൊള്ളുവീൻ. ഒരു കണ്ടീഷനും പറയുന്നില്ല, അവകാശമാക്കിക്കൊള്ളുവീൻ. അവിടെ ദൈവത്തെ പരീക്ഷിക്കാൻ തുടങ്ങി. ദൈവം കോപിച്ചവരെ ചെങ്കടൽ വഴിക്ക് വഴിയായിട്ട് തിരിച്ചുവിട്ട് 40 വർഷം പിറുപുറത്തവരെല്ലാത്തിനും അവിടെ കൊന്നുകളഞ്ഞു. യോശുവയ്ക്കും കാലേബിനും വേറെ ഹൃദയമുണ്ട്. ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്നുകൊണ്ട് ദൈവം പറഞ്ഞു, തിന്നുകളയുമെന്ന് പറഞ്ഞ അവരുടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെ ഞാൻ അവിടെ എത്തിക്കും. അതുപോലെ എത്തിച്ചു. അതാണ് പറഞ്ഞത്, യോശുവ അവരെ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പിച്ചു. അതിനുശേഷം ദാവീദ് മുഖാന്തരം പറയുകയാണ്, ഒരു ശേഷിപ്പ് ബാക്കിയുണ്ട്. അതിനെ ഇവിടെ പറയുകയാണ്, കമ്പയർ ചെയ്യാണ്. എന്തുകൊണ്ടാണ് മിസ്രയീം ദേശത്തുനിന്ന് വചനം കേട്ട് ഇറങ്ങി തിരിച്ചവർക്ക് പ്രവേശിക്കാൻ പറ്റാതിരുന്നത്? അനുസരണക്കേട് നിമിത്തം. സത്വർത്തമാനം കേട്ടു, അത് വിശ്വാസമായി പരിണമിച്ചില്ല. അതുകൊണ്ട് അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോവുകയാലും. ഇത്ര കാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേത് കൽപ്പിക്കുകയില്ലായിരുന്നു. യോശുവ ശേഷമാണല്ലോ ദാവീദ് വരുന്നത്. ആകെ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ഇതാണ് നാം. ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തന്റെ പ്രവർത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും. ആരാ? ക്രൈസ്റ്റ്. ദൈവം തന്റെ പ്രവർത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവർത്തികളിൽ നിന്ന് നിർവർത്തനായി തീർന്നു. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിൽ ഒത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കുക. Let us labor therefore to enter into that rest. അപ്പൊ ചില പണികളുണ്ടല്ലേ. പിന്നെ എവിടെ കാൽവിനിസം പറയുന്നത്? ഞാൻ വീണ്ടും പറയുന്നത്, ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ആക്ട് അല്ല. ഡേ ബൈ ഡേ, ഇൻസ്റ്റൻസ് ബൈ ഇൻസ്റ്റൻസ് എപ്പോഴും ക്രിസ്തുവിൽ വസിച്ച് അവനുമായി അനുസരണത്തിൽ തികയേണ്ട ആവശ്യകതയുണ്ട്. ഈ അനുസരണം എന്ന് പറയുമ്പോഴാണ് ഇന്നലെയും കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് സംസാരിച്ചു, നമ്മൾ എന്താ അനുസരിക്കേണ്ടത്? ന്യായപ്രമാണം അനുസരിക്കേണ്ടത്. ന്യായപ്രമാണത്തെ അബോളിഷ് ചെയ്തു.
ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഒരു ചരിത്രമല്ല, ഇറ്റ്സ് എ പേഴ്സൺ. ഡിവൈൻ ഗവൺമെന്റിന്റെ ഡിവൈൻ ലോയെ പൂർണ്ണമായും അനുസരിച്ച് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിരുന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി മഹിമയുടെ വലത്തുഭാഗത്തിരിപ്പാൻ യോഗ്യനായി. 110 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ അതിനോട് കമ്പയർ ചെയ്ത് പറയുകയാണ്, അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിൽ ഒത്തുവണ്ണം വീഴാതിരിക്കേണ്ടതുണ്ട്. അപ്പൊ ക്രിസ്തു പ്രവേശിച്ചതുപോലെ, അതാണ് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിച്ചത്, അവര് നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. ക്രിസ്തുവിൽ എങ്ങനെ നിവർത്തിച്ചു? മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അവന്റെ മുമ്പിൽ മടങ്ങത്തക്കോണം ഉയർത്തി. എന്നിട്ട് സഭ പറയുകയാണെന്ന്, നമുക്ക് രാഷ്ട്രീയക്കാരോട് കൂടെ പക്ഷപാതം ചെയ്യാം, രാഷ്ട്രീയക്കാരോട് ചങ്ങാത്തം കൂടാ. സഭയുടെ അധികാരത്തെ കുറിച്ച് പറയാണ്, നീ ക്രിസ്തുവിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു ക്രൂശിൽ നേടി ജയത്തിന്റെ പാർട്ടേക്കേഴ്സ് ആണ് നാം, ഭാഗവാക്കുകളാണ് നാം. അവനുള്ള അധികാരത്തിന്റെ അവകാശത്തിന്റെയും ഭാഗവാക്കുകളാണ് നാം. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മൂപ്പന്മാരായിരുന്നു ദേശം ഒറ്റുതാക്കാൻ പോയത്. അവരാണ് ബലഹീനരായിരിക്കുന്ന വിശ്വാസികളുടെ ഹൃദയത്തെ തകർത്ത് കളയത്തക്കവണ്ണം മോശത്തരമായി സംസാരിച്ചത്. അതുകൊണ്ട് അവരും അവിടെ മക്കൾ നശിച്ചു പോകേണ്ടി വന്നു. ഞാൻ യെശയ്യാപ്രവചനത്തിൽ വാക്യം കോട്ട് ചെയ്തത്, അവൻ വാർദ്ധക്യം വരേക്കും അനന്യനായിരിക്കും. മൂപ്പന്മാർക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. പിൻതലമുറയുടെ മുമ്പിൽ വാർദ്ധക്യം വരേക്കും അനന്യനായിരിക്കുന്ന ക്രിസ്തുവിന് തൻ്റെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തി വരും തലമുറയ്ക്ക് സാക്ഷ്യം കൊടുക്കണം. അപ്പൊ വരും എന്ന് പറഞ്ഞത്, പാലും തേനും ഒഴുകുന്ന ദേശമൊക്കെയ അനേക ഫലങ്ങളുണ്ട്. പക്ഷെ അവിടെ നമുക്ക് കടന്നു നിന്ന് അവകാശമാക്കാൻ പറ്റില്ല. അവിടെ അനാക്യമല്ലന്മാരുണ്ട്. പ്രതികൂലം ഭയങ്കരമാണ്. പ്രതികൂലത്തെ നോക്കിയാൽ പത്രോസ് കാല് വെച്ച് മുങ്ങിപ്പോയതുപോലെ മുങ്ങിപ്പോകും. ക്രിസ്തുവിലേക്ക് നോക്കിയാലും വിശ്വാസത്തോടെ യാത്ര ചെയ്യാം. ലുക്ക് അറ്റ് ക്രൈസ്റ്റ് ഓൺലി. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്താ വേണ്ടത്? അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തം ഫോളോ ചെയ്യാതെ മരണത്തോളം, ക്രൂശിൽ മരണത്തോളം അനുസരണമുള്ളവനായി ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച്, ലോർഡ് ഞാൻ ബലഹീനനാണ്, എൻ്റെ നേച്ചർ എന്ന് പറയുന്നത് നിന്നെ കൂടാതെ വാഴുക എന്നുള്ളതാണ്. പക്ഷേ ലോർഡ് ഓവർകം ചെയ്യാൻ കൃപത. ഇന്ന് ക്രിസ്തുവിനെയാണ് ഓവർകം ചെയ്യാൻ നോക്കുന്നത്. നമുക്ക് ഓവർകം ചെയ്യേണ്ടത് ലോകത്തെ, സേറ്റാന കിങ്ഡത്തെ, മരണത്തെ, പാതാളത്തെ, പാപത്തെ, ഇതിനെയാണ് ഓവർകം ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിന് ഒത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കുക. വർക്ക്ഔട്ട് അവർ സാൽവേഷൻ. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിച്ചു, അവനിൽ ആശ്രയിച്ചിട്ട് അവങ്ങളുടെ വിശ്വാസം നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. എങ്ങനെ? ക്രിസ്തുവിൽ ആശ്രയിക്കുക. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തുവിൽ ആശ്രയിക്കുക. തീർച്ചയായിട്ടും തന്നെ അവൻ നിത്യതയിലേക്ക്, ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നിത്യതയിലേക്ക് കൊണ്ടുവരും. ക്രൂശിൽ നേടിയ ഓരോ വിജയത്തിൻ്റെയും അവകാശം ഇപ്പോൾ സ്വർഗത്തിലും ഭൂമി സകല അധികാരമുള്ളവനോട് കൂടെ നീയും സ്വർഗത്തിലും ഭൂമി സകല അധികാരമുള്ളവനായി വാഴാൻ പറ്റും. ഞാനൊരു തിയറി സ്ഥാപിക്കുകയല്ല, സാധിക്കും. നിങ്ങൾ ശ്രമിച്ചു നോക്കും. നിങ്ങളുടെ വ്യക്തിപരമായ ശ്രമത്താലല്ല, ക്രിസ്തുവിൽ ഉള്ള ആശ്രയത്താൽ, വിശ്വാസത്താലുള്ള ആശ്രയത്താൽ. ഇസ്രായേലിൽ സംഭവിച്ചതുപോലെ ദൈവത്തിൽ അവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ടത് പറ്റില്ലെന്ന് പറഞ്ഞ് പിന്മാറുവാനല്ല, ആശ്രയിച്ച് ജയശാലികളായി എന്നിട്ട് പറയണം, ക്രിസ്തുവിൽ എപ്പോഴും എന്നെ ജയോത്സവമായി നടത്തുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ഉദ്ധരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. സ്വയത്തിൽ ആശ്രയിക്കാതെ, ബലഹീനതയിൽ തളർന്നു പോകാതെ ക്രിസ്തുവിൽ പ്രശംസിക്കുക.
അവൻ സ്വർഗത്തിലും ഭൂമി സകല അധികാരമുള്ളവരെന്ന് വചനത്തിൽ മനസ്സിലാക്കിയതുപോലെ ക്രൂശ് നമുക്ക് പരാജയമല്ല ജയമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ മരിച്ചവിടെ നിന്ന് ഉയർത്തു എന്നിട്ടത് തിയറിയല്ല. അവനോട് കൂടെ വാണിരുന്ന അപ്പസ്തോലന്മാർ അത് കണ്ടു. അവൻ മഹിമയുടെ വലത്ത് വാഴ്ന്നിരിക്കുന്ന സ്തെഫാനോസ് അത് കണ്ടു. നമുക്ക് വേണ്ടി ദൃഷ്ടാന്തമായിട്ട് എഴുതി തന്നിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് വേണ്ടി പാപപരിഹാരമായി തീർന്നു. ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്താൻ തക്കവണ്ണം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി നൽകിയ പിതാവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാം. ലോർഡ് ഹെൽപ്പ് മീ. തീർച്ചയായിട്ടും സഹായിക്കും. ആ ധൈര്യത്തോടുകൂടെ നമ്മളിലുള്ള ആശ്രയത്തിലല്ല, നമ്മുടെ കഴിവുകളിലല്ല, ക്രിസ്തുവിലുള്ള ആശ്രയത്തോടെ ആ സ്വസ്ഥതയിലേക്ക് ഇപ്പോഴും വരുവാനുള്ള യുഗായുഗങ്ങളിൽ പ്രവേശിച്ചുകൊണ്ട് നിത്യത ക്രിസ്തുവിനോട് കൂടി ആയിരിക്കാൻ ദൈവമേ കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ നിത്യമായ ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, ഈ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നവർ ഇനിയും കർത്താവ് നിരക്കിതമുള്ള ജനം കേൾക്കുമ്പോഴും ആ സ്വസ്ഥയിൽ പ്രവേശിപ്പാൻ തക്കണം നീ അവരുടെ വലങ്കയിൽ പിടിക്കുമാറാകണേ. നിന്നെ കൂടാതെ സാധ്യമല്ല കർത്താവ്. ഈ ദുഷ്ടലോകത്ത് നിന്നെ കൂടാതെ സാധ്യമല്ലല്ലോ. നിനക്ക് കൃപ തോന്നുമാറാകണം. ഇസ്രായേലിനെ നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രതികൂലത്തിൻ്റെ കാറ്റുകളിൽ, ഈ പ്രതികൂലത്തിൻ്റെ വക്രതകളോട് നീ കർത്താവ് ശക്തമായി ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.